الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റെന്തിനെങ്കിലും ആശയമായി ദീനായി അംഗീകരിച്ചാൽ, സ്വീകരിച്ചാൽ, അതിൻ്റേത് പ്രത്യയശാസ്ത്രമാകട്ടെ, മതവിഭാഗങ്ങളാകട്ടെ, ചിന്താഗതികളാകട്ടെ, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ഫലൻ യുഖ്ബല മിൻഹു, അവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടവാളികളുടെ കൂട്ടത്തിലുമായിരിക്കുമെന്ന്. പരലോകത്ത് വിജയം കിട്ടുക ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ്. ഇസ്ലാമിന് ബന്ധം ആഖിറവുമായിട്ടാണ്. നമ്മുടെ ആദർശത്തിന് ബന്ധം ആഖിറവുമായിട്ടാണ്. നാം മുസ്ലിമായി ജീവിക്കുന്നത് പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയാണ്. പരലോകത്ത് വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഈ ഭൂമിയിൽ നാം തയ്യാറാകേണ്ടത്. ഇസ്ലാം അല്ലാത്ത ഒരു ജീവിതം ആരെങ്കിലും നയിച്ചാൽ അവന്റെ ദുനിയാവിൽ ഒരു പ്രയാസവും ചിലപ്പോൾ അവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുപാട് പേർ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത ധാരാളക്കണക്കിന് ആൾക്കാർ ഇന്ന് ഭൂമി ലോകത്ത് സുഭിക്ഷരായി
സുഖലോലുപന്മാരായി ജീവിച്ചു പോരുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ അഹലുകാർക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വിജയം വരാനുള്ളത് നാളെ പരലോകത്താണ്, ആഖിറത്തിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ പരലോക വിജയമാണ് അതുകൊണ്ട് കാംക്ഷിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. ദീൻ എന്നാൽ അടിസ്ഥാനപരമായും 3 കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്. 1 വിശ്വാസം, 2 കർമ്മം, 3 സ്വഭാവം, ഇടപാടുകൾ. ഇത് 3മാണ് ദീൻ. ദീനിൽ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിർബന്ധമായും പ്രവർത്തിക്കേണ്ട കർമ്മങ്ങളുണ്ട്, നിർബന്ധമായും ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ട സ്വഭാവ മേഖലകളുണ്ട്. ഇത് 3 കൃത്യമായി പാലിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത്. വിശ്വാസ മേഖലകൾ പഠിക്കണം, കർമ്മ മേഖലകൾ പഠിക്കണം, സ്വഭാവ ഇടപാട് മേഖലകളും പഠിക്കണം. നിർബന്ധമായും വിശ്വസിക്കേണ്ടതുള്ളത് പോലെ തന്നെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വിശ്വസിച്ചു പോയാൽ കാഫിറാകുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തായി പോകുന്ന വിശ്വാസ കാര്യങ്ങൾ എന്ത് എന്നും ഒരു വിശ്വാസി പഠിക്കേണ്ടതുണ്ട്. വിശ്വസിച്ചിട്ടില്ല എങ്കിൽ കാഫിറായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതും വിശ്വാസി പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഏതാണ് നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നത് ഓരോ വിശ്വാസിയും പഠിക്കണം. എൻ്റെ മേൽ നിഷിദ്ധമായ ഹറാമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതും നിർബന്ധമായും നാം ഓരോരുത്തരും പഠിക്കണം. അതേപോലെ തന്നെ ഒരു മുഅ്മിനുണ്ടാകേണ്ട നിർബന്ധ സ്വഭാവ ഗുണങ്ങളുണ്ട്. ഇടപാട് മേഖലകളിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവകളെ സംബന്ധിച്ചും നാം ഓരോരുത്തരും ബോധവാന്മാരാകണം, പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങൾ, ഹറാമായ സ്വഭാവങ്ങളുണ്ട്. അവകൾ ഏതൊക്കെയെന്ന് പഠിക്കുകയും അതിൽ നിന്നും വിട്ടു നിൽക്കാൻ തയ്യാറാകുകയും ചെയ്യണം. ഇത് 3ഉം ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാളിൽ ദീൻ ഉണ്ടാകുന്നത്. വിശ്വാസവും കർമ്മവും സ്വഭാവവും, ഇത് 3ഉമാണ് നാം പഠിച്ചെടുക്കേണ്ടത്. പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. ഇസ്ലാമാകുന്ന ബിൽഡിങ് നിലകൊള്ളുന്നത് അറിവാകുന്ന ഫൗണ്ടേഷന്റെ മേലാണ്. അറിവില്ലാതെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. മറ്റേത് മതക്കാരനും മറ്റേത് ചിന്താഗതിക്കാരനും അവൻക്കിഷ്ടമുള്ളതുപോലെ അവന്റെ മതത്തിൽ അവന്റെ ചിന്താഗതിയിൽ മുന്നോട്ട് പോകാം. എന്നാൽ വിശ്വാസിക്ക് അങ്ങനെ പോകാൻ പറ്റുകയില്ല. അവൻ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കൽ മുസ്ലിമാണെന്ന് പറയുന്നവന്റെ മേൽ നിർബന്ധമാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പഠിക്കൽ വിശ്വാസിയുടെ മേൽ, മുസ്ലിമാണെന്ന് പറയുന്നവന്റെ മേൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെ സംബന്ധിച്ചെല്ലാം ഞാൻ ഒരു മുസ്ലിമാണ്, അള്ളാഹുവിനെ അംഗീകരിച്ച ആളാണ് എന്ന് പ്രഖ്യാപിച്ചവൻ, പറഞ്ഞവൻ പഠിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അവനവന്റെ ആഖിറ വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എങ്കിൽ അതൊരു വ്യക്തിക്കും വ്യക്തിപരമായ വാജിബാണ്. ഇൽമു പഠിക്കുന്നത് 2 രീതിയിൽ വാജിബാണ്. ഒന്ന്, സാമൂഹിക ബാധ്യതയുള്ള പഠനം. ഒരു നാട്ടിൽ ഒരു പണ്ഡിതനുണ്ടാകണമെന്നത് നാട്ടുകാരുടെ ബാധ്യതയാണ്. അവരുടെ ദീനി വിഷയങ്ങളിൽ അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ചറിയാൻ ദീനിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചൊരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നത് നാട്ടുകാരുടെ ബാധ്യതയാണ്. നാട്ടുകാർ ദീൻ പഠിക്കാനുള്ള സൗകര്യം നാട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരായി മാറും. എന്നാൽ മരിച്ചത് മുതൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ വിജയിക്കാൻ ഉതകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും നിർബന്ധ ബാധ്യതയാണ്.
നാട്ടുകാരുടെ പൊതുബാധ്യതയല്ല, ഓരോ വ്യക്തിയുടെയും നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് നാം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മാത്രമേ അവന്റെ കാലനക്കാൻ പറ്റുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അവന്റെ ആയുസിനെ കുറിച്ചാണ്. നിന്റെ ആയുസ് നീ എന്തിലായി ചെലവാക്കി, നിന്റെ ജീവിതം നീ എന്തിലായി ചെലവാക്കി എന്ന് അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടാണോ നീ ജീവിച്ചത്? നിന്റെ ആയുസ് നീ എന്തിൽ പാഴാക്കി, എന്തിൽ ചെലവാക്കി എന്ന് അള്ളാഹു ചോദിക്കുമെന്ന്. അതേപോലെ തന്നെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും. സമ്പത്ത് എവിടുന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് ചെലവാക്കിയത് എന്ന് ചോദിക്കും. അപ്പോൾ സമ്പാദിക്കുന്ന മാർഗം ഹലാലായ മാർഗമാണോ ഹറാമായ മാർഗമാണോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചോദിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് നാളെ പരലോകത്ത് കാലനക്കാൻ പറ്റുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിലപ്പെട്ട ഈ ജീവിതത്തെ, നമുക്ക് കിട്ടുന്ന സമയങ്ങളെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഭൗതിക കാര്യങ്ങളിലായി നാം നമ്മുടെ സമയങ്ങൾ ചെലവാക്കി പാഴാക്കിയാൽ എന്നേക്കുമുള്ള ജീവിതം, മരണമില്ലാത്ത ജീവിതം, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം, ആ ജീവിതത്തിൽ നാം തീരാ നഷ്ടവാളികളായി പോകും. നമുക്കറിയുന്നത് പോലെ നമ്മുടെ മക്കളുടെ വെക്കേഷൻ ആണിപ്പോൾ, ലീവാണ് മക്കൾക്ക്. മക്കൾ വെറുതെ സമയങ്ങൾ പാഴാക്കുകയാണ്. മക്കളുടെ പഠനങ്ങളുടെ വിഷയം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാക്കുന്നത് പോലെ, നാം ദീൻ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കൾക്കും ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒഴിവ് സമയത്തെ സംബന്ധിച്ച് നാളെ അല്ലാഹു ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹങ്ങൾ, ഒന്ന് സിഹ്ഹത്തു, 2 അൽ ഫറാഗ്, ഒന്ന് ആരോഗ്യവും 2 ഒഴിവ് സമയവുമാണ് എന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഇത് രണ്ടും. ആരോഗ്യ സമയത്ത് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും. രോഗിയായി കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കുകയില്ല. നമ്മുടെ അവയവങ്ങൾക്ക് തളർച്ച സംഭവിച്ചാൽ നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല. ആരോഗ്യം എന്നുള്ളത് വളരെ വലിയൊരു നിഅമത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒഴിവ് സമയവും. ഒഴിവ് സമയം, നമുക്ക് കിട്ടിയ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കൊച്ചുമക്കൾക്ക്, വിശിഷ്യ ആധുനിക കാലഘട്ടത്തിൽ അഖീദയെ സംബന്ധിച്ച്, വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം നാം ഇന്ന് ജീവിക്കുന്നത് വ്യത്യസ്ത ചിന്താഗതിക്കാർ ഒത്തൊരുമിച്ചുള്ളൊരു നാട്ടിലാണ്, അങ്ങനെയുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. മീഡിയകളിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള, യൂട്യൂബ്, ഗൂഗിൾ പോലുള്ള ഇന്ന് ഉപയോഗിക്കുന്ന മീഡിയകൾ, എല്ലാവിധ ചിന്താഗതികളും നമുക്ക് മുമ്പിൽ കിട്ടുന്നതാണ്. വ്യത്യസ്ത ചിന്താഗതിക്കാരുടെ പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ നമ്മുടെ മക്കളുടെ കയ്യിൽ കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അവരുപയോഗിക്കുന്ന മറ്റ് മീഡിയകളിലൂടെയൊക്കെ. അപ്പൊ ശരിയായ അഖീദയില്ല എങ്കിൽ, ശരിയായ ദീനി ബോധമില്ല എങ്കിൽ നമ്മുടെ മക്കൾ പേച്ചു പോകും. പേര് ചിലപ്പോൾ മുസ്ലിമിന്റെ പേരായിരിക്കും, എന്നാൽ അവൻ അള്ളാന്റെ അടുക്കൽ മുർത്തദ്ദായിട്ടുണ്ടാകും, കാഫിറായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ദീൻ പഠിക്കാൻ വേണ്ടി നാം മാറ്റി നിർത്തേണ്ടതുണ്ട്. ദീനി ബോധം ആ മക്കളിൽ ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ആ 3 കാര്യങ്ങൾ, വിശ്വാസ മേഖലകൾ, കർമ്മ മേഖലകൾ, അതേപോലെ തന്നെ സ്വഭാവ മേഖലകൾ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച്
ചെറിയ പ്രായത്തിലെ മക്കളെ പഠിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃകാ യോഗ്യനായ പിതാവിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഉപ്പ തന്റെ മോനെ ഉപദേശിക്കുന്ന രംഗം, ഉപദേശിച്ച വാക്കുകൾ അതേപടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്. വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അലീം. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ച സന്ദർഭം താങ്കൾ ഓർക്കുക. തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് ലുഖ്മാൻ പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ഓ മകനെ നീ ശിർക്ക് ചെയ്യരുത് എന്ന്. ഇന്നശ്ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് മഹാപാതകമാണ് എന്ന്. ആദ്യം തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്, അത് കുഫറാണ്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്, അത് കുഫറാണ്. ദർഗയിലുള്ളവരെ, മക്ബറയിലുള്ളവരെ, മരിച്ചുപോയവരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടൽ, അവരോട് പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് മക്കളെ നമ്മൾ പഠിപ്പിക്കണം. കാരണം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ദർഗകളുണ്ട്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ഒരുപാടുണ്ട്. ഏറ്റവും വലിയ പാതകം അതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുക എന്നത്. ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൗമിന് പ്രബോധനം ചെയ്ത വിഷയവും ഈ വിഷയമായിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ് ചെയ്ത പാപം അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നതാണ്. ഖുർആൻ പരിശോധിച്ചാൽ, തഫ്സീറുകൾ പരിശോധിച്ചാൽ, ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. നൂഹ് നബിയുടെ കൗം ചെയ്ത പാപം മരിച്ചു പോയവരുടെ ഖബറുണ്ടാക്കി മരിച്ചു പോയവരോട് സഹായം തേടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതാണ്. ആ ശിർക്ക് ചെയ്തപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി, റസൂലായി ആ കൗമിലേക്ക് അയക്കുന്നത്. ആദ്യത്തെ പ്രവാചകൻ, ഒന്നാമത്തെ പ്രവാചകൻ, ആ പ്രവാചകനെ അല്ലാഹു നിയോഗിക്കുന്നത്, ആ പ്രവാചകൻ പ്രബോധനം ചെയ്ത സമൂഹം ദർഗകൾ ഉണ്ടാക്കി മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നതാണ്. അതേപോലെ തന്നെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനും നേരിട്ട കൗമ് മക്കയിലെ മുശ്രിക്കുകൾ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതിനിടയിലുള്ള പ്രവാചകന്മാരുടെ ദഅവത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കിത് കാണാവുന്നതാ. ഖുർആനിക ആയാത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ പലയിടങ്ങളിലായി അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ഞാൻ എൻ്റെ അള്ളാഹുവിനെ റബ്ബിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വേറൊരാളെ പങ്കാക്കുകയില്ല എന്ന് തുടങ്ങി അങ്ങോട്ട് ആയാത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അത് അവർക്കുള്ള ഇബാദത്താണെന്നും അത് ശിർക്കാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ വിശദീകരിച്ചു തരുന്നു. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബിയുടെ കൗമ് ചെയ്തതും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കൗമ് ചെയ്തതും ഒരേ ബാധകമാണ്. അത് മരിച്ചു പോയവരുടെ ദർഗകൾ ഉണ്ടാക്കി അവരോട് സഹായം തേടുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 5, 6, 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പൊക്കരുത് എന്നാണ്. ഖബറുകൾ കുമ്മായം തേക്കരുത്, ഖബറുകൾക്ക് സിമന്റ് ഇടരുത്, ഖബറുകൾക്ക് എടുപ്പെടുക്കരുത് എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ, ഖബറിൽ കുമ്മായം തേക്കുന്നത്, സിമന്റ് തേക്കുന്നത് റസൂലുള്ളാഹി നിരോധിച്ചിട്ടുണ്ട്. ഖബറിൽ കുമ്മായം തേക്കൽ ഹറാമാണ്, ഖബറിന് സിമന്റ് തേക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിം, ഖബർ കെട്ടിപ്പൊക്കൽ, ഖബറിന് എടുപ്പുണ്ടാക്കൽ, കല്ലുകെട്ടൽ അതും ഹറാമാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നതിന് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് മരണശയ്യയിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ ദർഗകൾ ഉണ്ടാക്കരുത് എന്നാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട കൗം മക്കയിലെ മുശ്രിക്കുകൾ, അവരോടാണ് ആദ്യത്തെ യുദ്ധം ഉണ്ടായത്. അന്ന് ജൂതന്മാരുണ്ട് അവിടെ, അന്ന് ക്രിസ്ത്യാനികളുണ്ട് അവിടെ. പക്ഷേ ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ യുദ്ധം ജൂതന്മാരോടായിരുന്നില്ല, ക്രിസ്ത്യാനികളോടായിരുന്നില്ല. ബദർ അള്ളാനെ അംഗീകരിച്ച് അള്ളാനോടൊപ്പം മരിച്ചവരെയും വിളിച്ച മുശ്രിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം അത് നസാറാക്കളോടായിരുന്നില്ലല്ലോ, അത് ജൂതന്മാരോടും ആയിരുന്നില്ല, മക്കയിലെ മുശ്രിക്കുകളോടായിരുന്നു. അബൂജഹലിനോടായിരുന്നു, ഉത്ബത്തിനോടും ഷൈബത്തിനോടുമായിരുന്നു. എന്താണ് അബൂജഹൽ മുത്തുബത്തും ഷൈബത്തും ചെയ്ത തെറ്റ്? അള്ളാനെ അംഗീകരിക്കുന്നതോടൊപ്പം മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും കൂടിയായിരുന്നു അവർ. അതാണല്ലോ അവർ ചെയ്ത തെറ്റ്. അബൂജഹല് ഹജ്ജ് ചെയ്യുന്ന ആളാണ്, തവാഫ് ചെയ്യുന്ന ആളാണ്, അള്ളാഹ് റബ്ബാണെന്ന് അംഗീകരിച്ച ആളാണ്, അള്ളാഹ് ഇലാഹാണെന്ന് അംഗീകരിച്ച ആളാണ്, ആകാശം പഠിച്ചത് അള്ളാഹ് അംഗീകരിച്ച ആളാണ്, ഭൂമി പഠിച്ചത് അള്ളാഹ് അംഗീകരിച്ച ആളാണ്, മഴ വർഷിപ്പിക്കുന്നതും ചെടികളെ മുളപ്പിക്കുന്നതും അള്ളാഹ് അംഗീകരിച്ച ആളാണ്. മക്കത്തെ മുശ്രിക്കുകൾ അവരെ തന്നെ സൃഷ്ടിച്ചത് അള്ളാഹ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒന്നാമത്തെ യുദ്ധം അവരോടാണ്. എന്തുകൊണ്ട്? അള്ളാഹിനോടൊപ്പം മരിച്ചു പോയവരെയും വിളിച്ചു പ്രാർത്ഥിച്ചു എന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ലാനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹിം മസാജിദ. ജൂത നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെയും അവരുടെ മഹാന്മാരുടെയും ഖബറുകളെ ദർഗകളാക്കി എന്ന്. ഞാൻ നിങ്ങൾ അതിൽ നിന്നും വിലക്കുന്നു എന്ന്, നിങ്ങളത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയും ഹബശയിൽ പോയി തിരിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പ്രവാചകരെ, നമ്മൾ ഹബശയിൽ ഒരു ചർച്ച് കണ്ടു. മാരിയ എന്നാണ് ആ ചർച്ചിന്റെ പേര്. ആ ചർച്ചിൽ ഒരുപാട് രൂപങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ് ബനൗ അലാ ഖബരിഹി മസ്ജിദ വസവ്വറു തിൽക സുവർ വസവ്വറു ഫീഹി തിൽക സുവർ. അവരൊരു സമുദായമാണ്. ആരെ? ജൂതനസാറാക്കൾ. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ടാൽ ആ മഹാന്റെ ഖബർ അവർ ദർഗയാക്കും. എന്നിട്ട് ഈ കാണുന്ന കൊത്തുപണികളെല്ലാം അവർ ചെയ്യുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായവർ, വൃത്തികെട്ടവർ ഇവരാണ് എന്ന്. ഏറ്റവും ശർറായവർ, ജാറ സംസ്കാരക്കാർ, ജാറമുണ്ടാക്കുന്നവർ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരാണ് ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ശിർക്ക് ചെയ്യരുത് എന്നും ശിർക്ക് എന്താണ് എന്നും പഠിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചുമകനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൊച്ചുമകനെ ഉപദേശിക്കുന്നത് ഒന്നാമത്തെ ഉപദേശം, ആദർശം പഠിപ്പിച്ചു കൊടുക്കലാണ്. യാ ബുനയ്യ, ഓ കൊച്ചുമകനെ, ഓ പ്രിയപ്പെട്ട മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കാക്കരുത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കാൻ. ഇന്ന ശിർക ലളുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് മഹാപാതകമാണ്. ശിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, ദർഗകളിലുള്ളവരെ, ജാറത്തിലുള്ളവരെ, മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എത്ര നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ സദഖയും സക്കാത്തും അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. തൗഹീദ് സഹിയാകാതെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആദർശം പഠിപ്പിക്കണം മക്കളെ. ഈ ഒഴിവ് സമയം ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ മറ്റ് കുഫ്റൻ ചിന്താഗതികൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനെ കളിയാക്കൽ കുഫ്റാണ്. ദീനിൽ സ്ഥിരപ്പെട്ട പ്രവർത്തനങ്ങളെ വെറുക്കൽ, കളിയാക്കൽ കുഫ്റാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. നിഫാഖ് വലിയ പാപമാണ്. ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒന്നാണ് വിശ്വാസ രംഗത്തുള്ള കപടത, നിഫാഖ്. മുസ്ലിം പേരിലായിരിക്കും ഉണ്ടാകുക, എന്നാൽ ദീനിന്റെ അധ്യാപനങ്ങളോട് പുച്ഛം തോന്നുക,
ദീനീ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നതിൽ നിസാരത തോന്നുക, അള്ളാഹിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് അവനൊരു പുച്ഛം, അതിനവൻ വെറുക്കുക, അത് ശരിയല്ല എന്ന് പറയുക. കാരണം അങ്ങനെയുള്ള ചിന്താഗതികൾ നല്ലോണം വളർന്നു വരുന്നുണ്ട്. ചെറിയ മക്കളുടെ ചിന്തയിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇത്തരക്കാർ കുത്തിക്കയറ്റുന്നുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ വായിക്കുന്നത് എന്ത് എന്ന് നാം ശ്രദ്ധിക്കണം. നമ്മളെ മക്കൾ കാണുന്ന വീഡിയോസുകൾ എന്തൊക്കെയെന്ന് നാം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ആരുടെ കൂടെയൊക്കെയാണ് കൂടുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ കയറ്റിക്കൂട്ടുന്നുണ്ട്. കാരണം ദീനിന്റെ അധ്യാപനങ്ങളെ പുച്ഛത്തോടെ കാണുന്ന, ദീനിന്റെ അധ്യാപനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പുതുതലമുറ വളർന്നു വരുന്നുണ്ട്. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്നും എങ്ങനെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നുണ്ട്. അതിന് നമ്മളെ മക്കൾ പെടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർമ്മകാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത് എന്നത് നാം ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ രണ്ടാമതായി പഠിപ്പിച്ചത് അതാണ്. ആദ്യം ആദർശം പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, പിന്നെ അള്ളാന്റെ റുബൂബിയത്ത് പഠിപ്പിച്ചു. അള്ളാഹ് റബ്ബാണ്, അള്ളാന്റെ കൽപ്പന നിരോധന നിർദ്ദേശം അനുസരിച്ചാ ജീവിക്കേണ്ടത്. നീ എവിടെ ജീവിച്ചാലും നിന്നെ അള്ള ശ്രദ്ധിക്കുന്നുണ്ട്. അള്ള കാണാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ള നിന്റെ നിരീക്ഷകനാണ്, നിന്റെ റബ്ബാണ്. അതുകൊണ്ട് അള്ളാഹു കാണുമെന്ന ബോധത്തിൽ നീ ജീവിക്കണമെന്ന ആദർശബോധം പഠിപ്പിച്ചു മകനെ ആദ്യമായി. രണ്ടാമത് വീണ്ടും വിളിച്ചു, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, കൊച്ചുമകനെ നീ നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണം. മക്കളെ നിസ്കരിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ, പല മക്കളും സുബഹി നിസ്കരിക്കാറില്ല, ഇശാ നിസ്കരിക്കാറില്ല, ളുഹുർ അസ്റും നിസ്കരിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ കാണാറില്ല. നിസ്കാരത്തിന് ഒരു ഗൗരവമില്ല. നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞത് സഹാബാക്കൾക്കിടയിൽ പ്രവർത്തി ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലയോ എന്ന് ചർച്ചയുള്ള ഏക ഇബാദത്ത് അത് നിസ്കാരമാണ് എന്ന്. മറ്റു പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. മൻ തറക സലാത്ത ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന്. നമ്മളെ മക്കളെ കൃത്യമായി നിസ്കാരം പഠിപ്പിക്കണം. സുബഹി നിസ്കരിക്കാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽപ്പിക്കണം. അവനെയും കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിപ്പിക്കണം. നാം നിസ്കരിക്കുമ്പോൾ കൂടെ നിർത്തണം. അതേപോലെ തന്നെ ളുഹ്റും അസ്റും മഗ്രിബും ഇശാവും നമ്മുടെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ വീട്ടിലില്ല എങ്കിൽ ഭാര്യയെ വിളിച്ച് ചോദിക്കണം, ഓൻ പള്ളിയിൽ പോയോ, നിസ്കരിച്ചോ എന്ന്. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ ചോദിക്കണം, ഇന്ന് നീ ളുഹ്ർ നിസ്കരിച്ചിനോ, നീ അസ്ർ നിസ്കരിച്ചിനോ, മഗ്രിബ് നിസ്കരിച്ചോ എന്ന് ചോദ്യം ചെയ്യണം. ഇല്ല എങ്കിൽ 7 വയസ്സുള്ള കുട്ടിയാണ് എങ്കിൽ 7 വയസ്സ് മുതൽ കൽപ്പിക്കണം. 10 വയസ്സായ കുട്ടിയാണെങ്കിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അങ്ങനെ നിസ്കാരം പഠിപ്പിക്കണം. അതേപോലെ തന്നെ ദീനി ദഅവത്ത്, ദീനി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ മക്കളെ പഠിപ്പിക്കണം. ചെറിയ പ്രായത്തിലെ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കൊച്ചു മോനെ പഠിപ്പിക്കാൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, നീ നിസ്കരിക്കണം കൃത്യമായി. അതേപോലെ തന്നെ ദഅവത്തും ചെയ്യണം, നന്മ കൽപ്പിക്കണം, തിന്മ നിരോധിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നീ സഹിക്കണം. അതൊക്കെ വലിയ കാര്യങ്ങളിൽ പെട്ടതാണ് മോനെ. അതൊക്കെ ചെയ്ത് ശീലിക്കണം. ചെറിയ പ്രായത്തിലെ മക്കളെ പള്ളിയുമായിട്ട് അടുപ്പിക്കണം, ദീനി പ്രവർത്തനങ്ങളുമായിട്ട് അടുപ്പിക്കണം. അങ്ങനെയുള്ള സദസ്സുകളിൽ മക്കളെ കൊണ്ടിരുത്തണം. ഇന്ന് പല പല ക്യാമ്പുകളിലും പല പല കോഴ്സുകളിലും മക്കളെ പഠിപ്പിക്കാനും ചേർക്കാനും വേണ്ടി രക്ഷിതാക്കൾ ഓടുകയാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, ഭൗതിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. എല്ലാം മരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. ദീൻ മരിച്ചതിന് ശേഷവും വേണ്ടതാ. മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദീൻ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ദീൻ പഠിപ്പിക്കുക, ദീനി ചുറ്റുപാടിൽ അവളെ വളർത്തുക. ഇതൊക്കെയാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും
ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ മൂന്നാമത്തെ ഉപദേശം സ്വഭാവം നന്നാക്കാനാണ്. ഓ മോനെ, നീ അഹങ്കാരിയായി ജീവിക്കരുത്. നീ നിന്റെ കവിൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും തിരിഞ്ഞു നടക്കരുത്. നീ വിനയം കാണിക്കണം, വിനയമുള്ളവനാകണം. നീ അഹങ്കാരിയായി നടക്കരുത്. അഹങ്കാരികളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. സ്വഭാവം നന്നാക്കാൻ പഠിപ്പിക്കുക. നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ അതേപോലെ വിശദീകരിച്ചത്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് വിശ്വാസം, കർമ്മം, സ്വഭാവം ഇത് മൂന്നും പഠിപ്പിക്കുകയാണ്. ഇത് മൂന്നുമാണ് ദീൻ. കിബർ വലിയ പാതകമാണ്, വലിയ പാപമാണ്. അഹങ്കാരി സ്വർഗത്തിൽ കടക്കുകയില്ല. അഹങ്കാരത്തിന്റെ അണുമണി ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. അസൂയ, ഹസദ്, നിഫാഖ് പോലുള്ള വളരെ മേച്ചമായ ദുസ്വഭാവങ്ങൾ, ദുർഗുണങ്ങൾ, അവകളൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഉപദേശങ്ങൾ നാം പ്രാവർത്തികമാക്കണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ മക്കളുടെ സമയങ്ങളെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിലും ദീനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിലും ആക്കി തീർക്കാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ മക്കളുടെ വെക്കേഷൻ ടൈമാണിത്. സ്കൂളില്ല, മദ്രസയില്ല, കുട്ടികൾ ഫ്രീ ആണ്. സമയം വെറുതെ പാഴാക്കുക എന്നുള്ളത് വലിയ നഷ്ടമാണ് പിന്നീട് ഉണ്ടാക്കി തീർക്കുക. സമയം പാഴാക്കുന്ന മക്കളായി വളർന്നു കഴിഞ്ഞാൽ, സമയത്തിന്റെ വിലയറിയാത്ത മക്കളായി വളർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അവർക്ക് നഷ്ടപ്പെടാൻ കാരണമായി തീരും. സലഫുകൾ, നമ്മുടെ പൂർവികർ സമയത്തിന് വലിയ വില കൽപ്പിച്ചിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞതായി ഞാൻ വായിച്ചു, ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരോട് എനിക്ക് ദേഷ്യമാണ് എന്ന്. ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരോട് എനിക്ക് ദേഷ്യമാണ് എന്ന്. സമയത്തിന് അത്ര മൂല്യം അവർ നൽകിയിരുന്നു. എന്തെങ്കിലും പണിയെടുക്കണം, എന്തെങ്കിലും ജോലി ചെയ്യണം, വെറുതെ ഇരിക്കരുത് എന്ന്. സലഫുകൾ അങ്ങനെയാണ് സമയത്തെ കണ്ടത്. സമയത്തെ പാഴാക്കാൻ പാടില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു വ്യക്തി പാഴാക്കുന്ന ഏറ്റവും വലിയ പാഴാക്കൽ രണ്ട് കാര്യങ്ങളെ പാഴാക്കലാണ്. ഒന്ന് ഹൃദയത്തെ പാഴാക്കലാണ്, രണ്ട് സമയത്തെ പാഴാക്കലാണ്. ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. സമയത്തെ പാഴാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ അവസരങ്ങളെ പാഴാക്കലാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുയോട് പറഞ്ഞു, ഏ ഉമർ, അള്ളാഹുവിന് ചില അമലുകളുണ്ട്, അത് അള്ളാഹ് പകലാണ് സ്വീകരിക്കുക. ചില അമലുകൾ അത് അള്ളാഹു രാത്രിയാണ് സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഓരോ കർമ്മത്തിനും അതിന്റെ സമയമുണ്ട്. ആ സമയത്ത് അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം തിരിച്ചു കിട്ടുകയില്ല. സമയം പാഴായിപ്പോയ സമയങ്ങളെ തിരിച്ചു കിട്ടുകയില്ല. അതിനെ സംബന്ധിച്ച് നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. സമയങ്ങൾ ഒഴിവ് സമയം കിട്ടിയവർ ആ മഹത്തായ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി ആ അനുഗ്രഹത്തെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് സമയങ്ങളെ പാഴാക്കാതെ ചെറിയ മക്കളെ സമയത്തിന്റെ വില പഠിപ്പിക്കണം, സമയത്തിന്റെ മൂല്യം പഠിപ്പിച്ചു കൊടുക്കണം, സമയത്ത് ഓരോ സമയത്തെയും എങ്ങനെ വിനിയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുള്ള അവസരമാണ് നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ കൂടെ കിട്ടുക എന്നുള്ളത്. ആ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു ജനിച്ചത് മുതൽ 5 വയസ്സ് വരെ ഉമ്മയുടെ ലാളനയിലാണ് മക്കൾ വളരേണ്ടത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉപ്പാന്റെ തർബിയത്തിലാണ് മക്കൾ വളരേണ്ടത്. 15 വയസ്സ് മുതൽ മരണം വരെ ഈ 10 വർഷം ഉപ്പയിൽ നിന്ന് കിട്ടിയ തർബിയത്തനുസരിച്ചാണ് അവൻ വളരേണ്ടത് എന്ന്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉപ്പാന്റെ കൺട്രോൾ ഉണ്ടാകണം. അവന്റെ റോൾ മോഡല് ഉപ്പയാകണം. ഉപ്പാന്റെ കൽപ്പനകൾ, ഉപ്പാന്റെ നിരോധനങ്ങൾ ഈ പ്രായത്തിൽ മക്കൾ അനുസരിക്കും. മക്കൾക്ക് ഉപ്പാനെ പേടിയുണ്ടാവും. മക്കൾക്ക് നല്ലൊരു പ്ലാൻ ജീവിതത്തിൽ ഉപ്പ വരച്ചു കൊടുത്താൽ ആ പ്ലാൻ അനുസരിച്ച് മരണം വരെ മക്കൾ ജീവിക്കും. ഇന്നത്തെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ മക്കളുടെ കൂടെ രക്ഷിതാവില്ല. പിന്നെ ഈ മക്കൾ സ്വന്തം കാലിൽ നിൽക്കാൻ സമയമാകുമ്പോൾ 15 വയസ്സ് മുതൽ അങ്ങോട്ട് പ്രായപൂർത്തിയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ റൂട്ട് മാറിപ്പോകുമ്പോൾ ഉപ്പ വിലപിക്കും. എൻ്റെ മോന് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വരുന്നില്ല, മോനോട് ചൂടാവും, മോനെ അടിക്കാൻ നിൽക്കും. പക്ഷെ ഈ 10 വർഷം തർബിയത്ത് കൊടുക്കാത്ത മോൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത്
ഉപ്പാന്റെ ഇഷ്ടങ്ങളിലേക്ക് വരാൻ പറ്റുകയില്ല. പലരും അങ്ങനെയാണ്. പലരും മക്കളിൽ നിന്ന് വിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഗൾഫിലായിരിക്കും, മറ്റും വേറെ എവിടെയെങ്കിലും ജോലിയിലായിരിക്കും. മക്കൾ ഈ പ്രായത്തിൽ വളർന്നു വരുന്നത് മറ്റ് പലരെയും റോൾ മോഡൽ ആക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ സിനിമ കാണുന്നവരായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. ഉപ്പാന്റെ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവൂല, കണിശമായ ഉപ്പാന്റെ തർബിയത്ത് ആ മോൻക്ക് കിട്ടിയിട്ടുണ്ടാവൂല. 15 വയസ്സ് മുതൽ ആ മോൻ ആ രീതിയിൽ ജീവിച്ചു പോകും. അപ്പം ഉപ്പ വിലപിക്കും, അപ്പൊ ഉപ്പ പലയിടത്തേക്ക് കൊണ്ടുപോകും. മോനെ തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 10 വർഷം വളരെ നിർണായകമായ വർഷങ്ങളാണ്. മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കാനുള്ള വർഷങ്ങളാണ്. ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്തി കണിശമായി ചിട്ടയോടുകൂടി നല്ല തർബിയത്ത് മക്കൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പരന്നതിലും ഉപരി അമലിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ.